ഷൂട്ടിംഗ് ഒക്കെ റെഡിയായോ? യാ ബ്രോ, സ്റ്റുഡിയോ മാത്രം ഒന്ന് ഫൈനലൈസ് ചെയ്യണം. ഹാഫ് ആൻ അവർ കൊണ്ട് അതും സെറ്റ് ആവും. ആ മോണിക്ക ഒട്ടും പങ്ക്ച്വലല്ല, അറിയാലോ അല്ലേ? അവരുടെ ഡേറ്റ് കിട്ടിയായിരുന്നോ? സെലിബ്രിറ്റി അല്ലേ ചേട്ടാ, കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണും. 10 crore കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവര് ഓക്കെ ആയി. മോം, ഫാമിലി ബിസിനസ് അല്ലേ? മോമിന് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. വൈ ഡോണ്ട് യു ഗോ ആൻഡ് ജോയിൻ? അത് വിട്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഒളിച്ചു കേൾക്കേണ്ട കാര്യം എന്താ? ചില കളികളില് കളിക്കാരായിട്ട് കളത്തിലിറങ്ങുന്നതിന് പകരം കാണികളായിട്ടിരുന്ന് കളി കാണുന്നതാണ് നല്ലത് ബേബി. വാട്ട് യു മീൻ? എന്ത് കളി? ആരാ പ്ലെയർ? അച്ഛന്റെ മകന്റെ ഇടയില് റെസ്ലിംഗ് നടക്കുക. നമുക്ക് വെറുതെ കണ്ടോണ്ടിരിക്കാം. ആവശ്യം വരുമ്പോ അപ്പപ്പ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. എന്തു പറയുന്നു? Excuse me. Hello? Hello? Bro, 5 minutes, I'll be back, okay? കൊള്ളാം തുളസി, ഇതിന് നീ എന്തിനാ സങ്കടപ്പെടുന്നത്? വീട്ടില് മുതിർന്നവരുള്ളപ്പോ അവര് കഥ അടച്ചിട്ട് വേണ്ടേ ഇരിക്കാൻ? പാവം ചേച്ചി, അവര് ചെറുപ്പക്കാരല്ലേ, അവരുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. മുതിർന്നവരായ നമ്മളല്ലേ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ. അതെ തുളസി, ഇന്ന് രാത്രി തന്നെ ശാന്തി മുഹൂർത്തം നടത്തിയ നന്നായിരുന്നു. പക്ഷേ എനിക്കും അതാ ചേച്ചി പേടിയാവുന്നത്. അമ്മാവൻ എന്ത് വിചാരിക്കൂ എന്തോ. അതുമാത്രമല്ല, ഈ വിഷയമെല്ലാം ഞാൻ അമ്മാവനോട് എങ്ങനെയാ പോയി പറയുക? ആ അതിന് നീ വിഷമിക്കണ്ട തുളസി. ദത്തൻ ചേട്ടനോട് പറയാൻ ഒരു വഴിയുണ്ട്. ഞാൻ എന്റെ ഭർത്താവിനോട് പറയാം. അദ്ദേഹം ദത്തൻ ചേട്ടനോട് പറഞ്ഞാ പറ്റില്ല എന്ന് പറയില്ല. എന്തു പറയുന്നു? എന്തെങ്കിലും ഒന്ന് ചെയ്യ് ചേച്ചി. ആ. രണ്ടുപേരും ഒരുമിച്ചാ പുറത്തു പോയിരിക്കുന്നേ. വന്നാലുടനെ പറഞ്ഞാ മതി. ആ നീ എന്തൊക്കെ പറഞ്ഞാലും കേശവ, നമ്മുടെ കാലത്ത് 10 രൂപ കൊടുത്താൽ 1 കിലോ പൂ കിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെ 10 രൂപ എന്തിനുണ്ടെന്ന് ചോദിക്കും. അതെ ദത്തൻ ചേട്ടാ, കാശിനൊക്കെ ഒരു വിലയും ഇല്ല. ഏയ്, അവിടെ വെറുതെ എന്തിനാ നിൽക്കുന്നത്? അകത്തേക്ക് കയറുക. അമ്മാവ, എന്തിനാ ഇത്രയും പൂ വാങ്ങിച്ചത്? ഞാനും കേശും കൂടെ ചേർന്ന് ഫ്ലവർ ഷോ നടത്താൻ പോവുക. ഇവിടെ കള്ളത്തരം കാണിച്ച് കല്യാണം കഴിച്ചോട്ട് മാത്രമായില്ല, അതിനുശേഷം നടക്കാനുള്ള കാര്യം കൂടെ അറിയണം. മൂദേവികൾ ഇതൊക്കെ അറിഞ്ഞ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നാലേ എന്റെ മനസ്സതിന് അനുവദിച്ചില്ല. അതുകൊണ്ട് കൊണ്ടുവന്നു. ദത്തൻ ചേട്ടാ, നിങ്ങളെ മനസ്സിലാക്കുന്നത് വളരെ കഷ്ടമാ. അപ്പ ചോദിച്ചപ്പോ പറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പോ പൂവും കൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നു. എന്നെ അങ്ങ് ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കരുതേ കേശു, നീ തപ്പിപ്പോവും. അതൊക്കെ എടുത്തോണ്ട് വാ, റൂം മുകളില. തുളസി, അദ്ദേഹത്തിന് പകരം വെക്കാൻ അദ്ദേഹമേ ഉള്ളൂ. നമ്മൾ എങ്ങനെ പറയുമെന്ന് ആലോചിച്ച് വിഷമിക്കുകയായിരുന്നു. അവര് തന്നെ എല്ലാം റെഡിയാക്കിയില്ലേ? എന്താ പൊന്നോ, എന്താ പറ്റിയത്? എന്തു പറ്റി ബോസ്? എന്തിനാ നിലവിളിച്ച? അമ്മ, അത് അവിടെ ഒരു പാറ്റ. പാറ്റയോ? അതെവിടുന്നാ വന്നത്? തുളസി, എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം. ഞാൻ കടയിൽ പോയിട്ട് വരാം. ശ്രദ്ധിച്ചു പോണേ അമ്മേ. ഞാൻ പാറ്റയാണല്ലേ? പിന്നല്ലാതെ
എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെ ചെയ്താ പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഓ എല്ലാരും മുന്നിൽ വെച്ച് ചെയ്തുകൊണ്ടുള്ള വിഷമാണോ? സോറി ബോസ്. ഇപ്പൊ ഇവിടെ ആരുമില്ലല്ലോ. ഇപ്പോഴോ ഇപ്പോഴോ ഇപ്പോ നിക്ക്. ഹലോ ഹലോ, എനിക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഹലോ വെള്ളം കുടിക്കാനായിട്ട് വന്നതാ കേശവ. ഇവര് നമ്മളെ വെള്ളം കുടിപ്പിച്ചല്ലോ. ദത്തൻ ചേട്ടാ, എന്തൊക്കെയായാലും നിങ്ങളുടെ പേരക്കുട്ടിയല്ലേ അവൻ. ബാ. അച്ഛാ, പുതിയതാണോ? ഇത് പുതിയതൊന്നും അല്ല മോളെ, ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതാ. അങ്ങനെയല്ലേ സാറേ? ഇതിന് 200 വർഷത്തെ പഴക്കമുണ്ട്. പഞ്ചലോഹത്തിൽ ചെയ്തതാ. നോക്ക്. നോക്കട്ടെ. അച്ഛാ, എനിക്കൊരു ഡൗട്ട്. അച്ഛന്റെ റൂമിൽ നിറയെ ആന്റിക് പീസ വാങ്ങി വെച്ചിരിക്കുന്നത്, എന്നിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ വാങ്ങിക്കുന്നു. എന്താ അച്ഛാ, പഴയ സാധനങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ ഓർമ്മകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോഴെല്ലാം ഇതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇത് വെറുമൊരു വിഗ്രഹമല്ല പൂർണിമ. ഇതില് ആ കാലത്ത് ജീവിതമുണ്ട്, ഓർമ്മകളുണ്ട്. ശരിയാ അച്ഛാ, ഇതൊക്കെ കാണുമ്പോ നമ്മൾ ആ കാലത്ത് ജീവിക്കുന്നത് പോലെ തോന്നും. സത്യമാണ്. എനിക്കും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാണ് ഈ ഓർമ്മകളെല്ലാം ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നത്. പൂർണിമ, മറ്റുള്ളവരെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഓരോ വസ്തുവും കാട്ടി സാരോപദേശം നൽകുകയല്ലേ? I just hate memories. അച്ഛാ, നിന്റെ അച്ഛൻ ഒരു ദൈവമാണെന്ന് കരുതുന്ന ദിവസം എപ്പോ വരുമോ? നീ കള പറിക്കാൻ വന്നേ അത് അലങ്കാരം ചെയ്യാൻ വന്നേ? പെട്ടെന്ന് അവിടെ അങ്ങോട്ട് ഇറങ്ങടാ. അല്ല പിന്നെ ആ പൂ അവിടെയാണോ വെക്കുന്നത്? ഇങ്ങോട്ട് നോക്കനിയാ, ഈ ബെഡിലൊക്കെ നല്ല മണമുള്ള പൂ വേണം വിതറി വെക്കാൻ. മനസ്സിലായോ? ആ ജമന്തി വേണ്ട. മനസ്സിലായോ? ഒളിച്ചിരുന്ന് നോക്കുകയാണോ ചെറിയ കുട്ടികളെ പോലെ? നാണോ ഇല്ലേ നിനക്ക്? എക്സൈറ്റ്മെന്റ് ആണ് ബോസ്. ഇങ്ങോട്ട് മാറ, ഞാൻ കേട്ടാ. നീ എന്താ ചെയ്യുന്ന അവിടെ? ദത്തൻ ചേട്ടാ, നിങ്ങൾ എന്തിനാ മുകളിൽ കയറുന്നത്? നീ മിണ്ടായിരിക്കവിടെ. പറഞ്ഞാലും അനുസരിക്കില്ല. ഡേയ്, നീ എന്താണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? നീ അത് തിന്നോണ്ടിരിക്കുകയാണോ അതോ കെട്ടുവാണോ? ഏയ്, നീ അലങ്കാരം ചെയ്ത് തീരുമ്പോഴേക്കും അവന്റെ കൊച്ചിന് പേരിടുന്ന കർമ്മമായിരിക്കും. ഡേയ്, ടീപ്പോയിലുള്ള പൂവെല്ലാം വാരി വിതറിയ പാലും പഴമൊക്കെ നിന്റെ തലയിൽ വെക്കൂടാ. ഒന്നും മിണ്ടാതിരിക്കാൻ മാവാ. ഫസ്റ്റ് നൈറ്റ് ഡെക്കറേഷൻ ഞാൻ ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് ഡെക്കറേഷൻ മാത്രമേ അറിയൂ. എന്നാൽ എനിക്ക് ദത്തൻ ചേട്ടാ, ഒന്ന് സമാധാനപ്പെട്. നീ നിന്റെ ജോലി ചെയ്യടാ. പറഞ്ഞു കൊടുക്കവരോട് എന്നോടാ സംസാരിക്കാൻ വന്നിരിക്കുന്നേ. ഇതൊക്കെ കാണുമ്പോ
മുത്തശ്ശൻ നമ്മളെ അംഗീകരിച്ചു എന്നാ തോന്നുന്നേ. ഇത്രയും നല്ലൊരു മുത്തശ്ശനെയാണോ ഹിറ്റ്ലർ എന്നൊക്കെ വിളിക്കുന്നേ? അദ്ദേഹം നല്ല മുത്തശ്ശനാണെന്നോ? എന്റെ ബോസേ, നീ കാണാൻ ഇനിയും ഒരുപാടുണ്ട്. നീ വിചാരിച്ചിരിക്കുന്നത് അത് ഗംഗയാണെന്നാ. ആക്ച്വലി മുത്തശ്ശനെ നാഗവല്ലിയ. ശ്രീ ശ്രീ ഇച്ചിരി വെള്ളം ഇഞ്ഞിട്ട് മോളെ. ശ്രീ ഇതെവിടെ പോയി? ശ്രീ എവിടെ പോയി? ശ്രീ ശ്രീ എവിടെ പോയി ഇവിടെ? ശ്രീ ഹലോ, ആരാ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമോ? എന്റെ മോളെ കാണാനില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഹലോ ചേട്ടാ, ഞാൻ തുളസിയാ സംസാരിക്കുന്നേ. നിങ്ങളുടെ മകൾ ശ്രീക്ക് കല്യാണം കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ മരുമകളാ. ശരിയാണല്ലോ. ക്ഷമിക്കണം, എന്തോ ചിന്തയിൽ മറന്നുപോയതാ. ഈ വീട്ടില് ശ്രീ ഇല്ലെന്നുള്ളത് മനസ്സ് അംഗീകരിക്കുന്നില്ല. എനിക്ക് മനസ്സിലാവും ചേട്ടാ. ചേട്ടൻ അവളെ കുറിച്ച് ആലോചിക്കാതെ ചേട്ടന്റെ ആരോഗ്യം നല്ലതുപോലെ നോക്കണം. മരുന്ന് കഴിച്ചായിരുന്നോ? മരുന്നോ? ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ ചേട്ടാ? അതിരിക്കട്ടെ, ഏത് മരുന്ന് കഴിക്കണമെന്ന് ഓർമ്മയുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ എന്താ കഴിക്കണ്ടേ, ഉച്ചയ്ക്ക് എന്താ കഴിക്കണ്ടേ, രാത്രി എന്താ കഴിക്കണ്ടേന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എവിടെയാ വെച്ചതെന്നാ എനിക്ക് ഓർമ്മയില്ലാത്തത്. റൂമിലെ ഷെൽഫിൽ എങ്ങാനും വെച്ചിട്ടുണ്ടോ നോക്കിയേ. ഇല്ലെങ്കിൽ ആ ടേബിളിന്റെ ഡ്രോയിൽ നോക്കിയേ. നോക്കട്ടെ. മരുന്ന് കിട്ടി. നല്ല കാര്യം, മരുന്ന് കിട്ടിയല്ലോ. ആഹാരം എന്തെങ്കിലും കഴിച്ചോ? അത് പിന്നെ എന്നും ശ്രീയാ സാമ്പാർ വയ്ക്കുന്നേ. അത് പോട്ടെ, വീട്ടില് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നോക്കട്ടെ നോക്കട്ടെ. പഴമുണ്ട്, ബ്രെഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശരി, അതൊക്കെ കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം. അപ്പൊ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. നാളെ രാവിലെ ചേട്ടനെ ഞാൻ തന്നെ ഫോൺ ചെയ്തോളാം. സൂക്ഷിക്കണേ. ശരി ശരി. നീയോ? എപ്പോഴാ വന്നേ? അമ്മ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാ ഞാൻ വന്നത്. അമ്മ എന്തിനാ പേടിച്ചത്? അല്ല, നീ പെട്ടെന്ന് മുമ്പിൽ വന്നില്ലേ, അതുകൊണ്ടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ? എനിക്കിങ്ങനെ അസുഖമുള്ള വിവരം ശ്രീക്കും അറിയില്ല, സിദ്ധാർത്ഥിനും അറിയില്ല. ആരാ ഫോണില്? അങ്ങനെ പ്രശ്നമൊന്നുമില്ല മോളെ, എന്റെ പരിചയക്കാരാ. ശരി, ഞാൻ കുറച്ച് വെള്ളം കുടിക്കാന്ന് കരുതി വന്നതാ. ടേബിളിന്റെ പുറത്തുണ്ട്, വാ എടുത്തു തരാം. അമ്മയെ സഹായിക്കാനുള്ള അവസരം അമ്മ എനിക്ക് തരുന്നത് പോലുമില്ല. അറ്റ്ലീസ്റ്റ് എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യട്ടെ അമ്മേ. നല്ല പെൺകുട്ടി മരുമകളായി കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കണോ, അതോ അവളുടെ അച്ഛനെ വിട്ട് വന്നതോർത്ത് ഞാൻ വിഷമിക്കണോ? അദ്ദേഹത്തിന്റെ രോഗം എത്രയും പെട്ടെന്ന് മാറണേ ദൈവമേ. സിദ്ധാർത്ഥ മോനെ, ഇപ്പോഴാണ് നീ ശരിക്കും ഒരു കല്യാണ ചെറുക്കനായി മാറിയത്. ഈ ദത്തൻ റെഡിയാക്കി എടുത്താൽ ഇങ്ങനെ തന്നെ ഇരിക്കും. കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാൾ സുന്ദരനാക്കിയനെ. വാ മോളെ.
അങ്ങോട്ട് ചേർന്ന് നിൽക്ക്. ദൈവത്തോട് രണ്ടുപേരും പ്രാർത്ഥിച്ചോളൂ. ഓ നാരായണ, നന്നായിരിക്കട്ടെ. ഒരു വർഷത്തിനുള്ളിൽ ഈ വീട്ടിൽ ഒരു തൊട്ടിലാടണം. ദീർഘസുമംഗലി ഭവ, ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ. ഇനിയും നിങ്ങൾ ഒരു 100 വർഷം സന്തോഷമായിട്ട് ജീവിക്കണം. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. നിങ്ങൾ സിദ്ധാർത്ഥിനെ കൂട്ടിക്കൊണ്ട് വരും, ഞാൻ ശ്രീയെ വിളിച്ചോണ്ട് വരാം. എങ്ങോട്ടാ? മേലെ റൂമിലേക്ക് എത്തും ചേട്ടാ. അതിന് ഇനിയും സമയമായിട്ടില്ല കേശവ. മുഹൂർത്തമാവുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. അതുവരെ ഇപ്പൊ എന്താ ചെയ്യാ? അതിന് വേറൊരു ഐഡിയ ഉണ്ടെന്നേ. ഇങ്ങോട്ട് നോക്ക്. ഈ പൂവിന്റെ പന്ത് ഞാൻ നിങ്ങൾക്ക് തരാം. ചെറുക്കൻ പെണ്ണിന്റെ അടുത്തേക്കും പെണ്ണ് ചെറുക്കന്റെ അടുത്തേക്കും ഇതെറിയണം. ആര് പിടിക്കാതിരിക്കുന്നോ അവര് തോൽക്കും. ജയിച്ചവര് തോറ്റവരോട് എന്ത് പറയുന്നുവോ അവരതനുസരിക്കണം. മനസ്സിലായോ? ഇതാ മോളെ. അവന് നേരെ എറിയേ. അവൻ പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിടിക്കാതിരുന്നാൽ നീ ജയിച്ചു, അവൻ തോറ്റു. ആഹാ, ഗുഡ് ഗുഡ് ഗുഡ്. തോറ്റു തോറ്റു തോറ്റു. ഇപ്പോ ഇവൻ പറയുന്നത് നീ ചെയ്യണം. പറയടാ അങ്ങോട്ട്. ഒരു നല്ല പാട്ടുപാട്. നീയൻ സുന്ദരൻ, എന്നോമൽ സുന്ദരൻ, ഏതു പെണ്ണും വീണു പോകും നല്ല പാട്ടിൻ വല്ലഭൻ. നീയൻ സുന്ദരൻ, എന്നോമൽ സുന്ദരൻ, ഏതു പെണ്ണും വീണു പോകും നല്ല പാട്ടിൻ വല്ലഭൻ. ഉറക്കം തൂങ്ങി തന്നെ. മോളെ, ഇനി നീ പറ. സിദ്ധാർത്ഥ ഒരു പാട്ട് പാടട്ടെ. ഞാനോ? ഇവനാ? പാടുമോനെ. അങ്കിൾ, അങ്കിള് എന്നെ ഹെൽപ്പ് ചെയ്യുമല്ലോ അല്ലേ? എന്താ പാടാ അല്ലേ? റെഡി. എന്താ നീയും കൂടെ പാടാൻ പോവാണോ? മാടപ്രാവേ വാ. അത് മതി, അത് മതി. നമ്മൾ കലക്കും. മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി. നീ ഇങ്ങനെ മാടപ്രാവേ വാ വാ എന്ന് വായിക്കൊണ്ടിരുന്ന ഏത് പെണ്ണ് വരും? എല്ലാ പെൺപിള്ളേരെ ഓടിക്കളയും. മോളെ, നീ തന്നെ പഠിക്കോ. കൽക്കണ്ട മലയെ ഒറ്റയ്ക്ക് നുടയാൻ വന്നുണ്ടെ കൊതിക്കൂറും വൻ, ചിലുള്ള മരത്തിൻ കൊമ്പത്തു കയറാൻ മോഹിച്ച പുളിയുറുമ്പൻ. എന്റെ കുടുംബത്തിൽ ഇതുവരെ പുളിയുറുമ്പിന്റെ സ്വഭാവമുള്ള ആരുമില്ല. കൊമ്പത്ത് കയറാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ദത്തൻ ചേട്ടാ, ഇനിയും സമയമായിട്ടില്ലേ? എപ്പോഴേ നല്ല സമയം വന്നിട്ട് പോവുകയും ചെയ്തു. പാവം, എന്തിനാ ഇവരോട് ഇങ്ങനെ കാണിക്കുന്നത്? അതെന്താ, അവർക്ക് ഞാൻ പറയുന്നവരെ കാത്തിരുന്നൂടെ? സിദ്ധാർത്ഥ മോനെ, വന്നോട്ടെ. ഇരിക്കേ, ഇവിടെ ഇരിക്കേ. മോനെ സിദ്ധാർത്ഥേ, ആൾ ദി ബെസ്റ്റ്. നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? നിനക്ക് വിവരം ഉണ്ടോ ഇല്ലയോ? ഫസ്റ്റ് നൈറ്റിൽ വന്നിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണോ ചോദിക്കുന്നത്? എന്താണ് ചോദിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? വാടാ ഇങ്ങോട്ട്. ഉറക്കം തൂങ്ങി. നീ ദത്തന്റെ കൊച്ചുമോനാ.